ഹലോ ഗായ്സ്, ഞാൻ എൻ്റെ വീട്ടിൽ പോവാണേ. എൻ്റെ വീട് കൊല്ലത്താട്ടോ. എന്നെ കെട്ടിച്ചത് കൊണ്ടുവന്നത് കൊച്ചിയിൽ. ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. അങ്ങനെ വീട്ടിൽ പോകുന്ന സന്തോഷം. ബാഗൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടില്ലേ എൻ്റെ ഭർത്താവ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. മമ്മി ഭയങ്കര കൺസേൺ ആട്ടോ. മമ്മിക്ക് ഭയങ്കര വിഷമം. നമ്മളിങ്ങ് എത്തുന്നവരെ മമ്മിക്ക് വിഷമമായിരിക്കും. മമ്മി ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ടു. അങ്ങനെ മമ്മി നമ്മൾ പോകുന്നവരെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കും. അതാണ് മമ്മി. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയിൽ കുറച്ച് നൈട്രജനൊക്കെ അടിക്കാനുണ്ടായിരുന്നു. അടുത്ത് തന്നെ കടയുണ്ടായിരുന്നു. അവിടെ നമ്മൾ നൈട്രജനൊക്കെ പിന്നെ കുറച്ച് ചീനി വറുത്തതൊക്കെ കഴിച്ച് ഇങ്ങനെ ലാവിഷായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ഞാനും തിന്നുന്നുണ്ട്, അവനും വായിൽ വെച്ച് കൊടുക്കും. അടുത്ത് എനിക്കിഷ്ടപ്പെട്ടൊരു ഐറ്റമാണേ, ഹോർലിക്സിൽ പഴം മുക്കിയിട്ട് കഴിക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഏത്തക്കയല്ല, നല്ല ചെറിയ പഴമില്ലേ അത്. അങ്ങനെ ഒരു 4-4.5 മണിക്കൂറുണ്ട് കേട്ടോ എറണാകുളത്തുനിന്ന് കൊല്ലം വരെ എത്താൻ. സത്യം പറഞ്ഞാൽ ഒട്ടും ബോറടിക്കത്തില്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ എൻ്റെ വീട് അടുത്തെത്താറായപ്പോഴത്തേക്കും നല്ല മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. എൻ്റെ വീട് കൊല്ലം കൊട്ടിയം പിള്ളിച്ചിറയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, മിന്നുന്ന കണ്ടില്ലേ? ഇത് മിന്നലും മഴ. എൻ്റെ ഈശ്വര, ഇങ്ങനൊരു മഴ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. മമ്മി വന്ന് ഗേറ്റൊക്കെ തുറന്നു തന്നു. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഞാൻ വെള്ളാപ്പ് മുക്കിലാണ് താമസിക്കുന്നത്, കൊട്ടിയം. അപ്പം മമ്മി വന്നു, ഡോറ് തുറന്നു. അത്ര മഴയാണ്. കുടയൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? മമ്മിയുടെ മമ്മി ഉണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ വന്നു. മഴയായതുകൊണ്ട് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് എൻ്റെ നിലു ബേബി. ഞാൻ വന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ മേടിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചു വീട്ടിൽ വന്നു. ടാറ്റാ.